മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടിവേഷൻസിൻ്റെ തിയറീസ് ആണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ മോട്ടിവേഷൻ എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നും ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ 4 ടൈപ്സ്: ഇൻട്രൻസിക്, എക്സ്ട്രൻസിക്, അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ, മോട്ടിവേഷൻസ്, ഇൻ അഡീഷൻ ടു ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തിയറീസ് ഓഫ് മോട്ടിവേഷൻസ്. എല്ലാ വട്ടവും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പല തിയറീസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. വാട്ട് ആർ ദ തിയറീസ് ഓഫ് മോട്ടിവേഷൻ്റെ തിയറീസുകൾ ഏതൊക്കെയാണെന്ന്. ബേസിക് ആയിട്ട് നമുക്ക് 7 തിയറീസ് ആണ് മോട്ടിവേഷനകത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി. കേട്ടിട്ടുള്ളതാണ്, നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു തിയറിയാണ് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി. ഈ ഒരു ഏരിയാസിൽ നിന്ന് ഡെഫിനറ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഏത് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി. ദെൻ രണ്ടാമത്തെയാണ് ഹെസ്ബർഗ്സ് 2 ഫാക്ടേഴ്സ് തിയറീസ്. എന്താണ് ഹെസ്ബർഗ് 2 ഫാക്ടേഴ്സ് തിയറീസ്. അടുത്ത മൂന്നാമത്തെയാണ് മെക്കലെൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. എന്താണ് മെക്കലെൻസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. മെക്കലെൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. ഒന്നാമത്തേത് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി, രണ്ടാമത്തെ ഹെസ്ബർഗ് 2 ഫാക്ടേഴ്സ് തിയറീസ്, ദെൻ മെക്കലെൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറീസ്, ദെൻ നാലാമത്തെ അൾഡിഫേഴ്സ് ERG തിയറീസ്. അൾഡിഫേഴ്സ് ERG തിയറീസ്, മേഗ്രഗേഴ്സ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. മേഗ്രഗേഴ്സ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. ദെൻ തിയറി ഇസഡ്. ദ ലാസ്റ്റ് വോംസ് എക്സ്പെക്റ്റൻസി തിയറീസ്. എത്ര എണ്ണമാണ് നമുക്കുള്ളത്? മോട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറീസ് എത്ര എണ്ണമാണ്? 7 തിയറീസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് 7 എണ്ണം? ഒന്ന് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി, ഹെസ്ബർഗ് 2 ഫാക്ടേഴ്സ് തിയറീസ്, മെക്കലെൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറീസ്, ആൾഡിഫേഴ്സ് ERG തിയറീസ്, മേഗ്രഗേഴ്സ് തിയറി എക്സ് ആൻഡ് തിയറി വൈ, ദെൻ തിയറി ഇസഡ്, വോംസ് എക്സ്പെക്റ്റൻസി തിയറീസ്. അപ്പോൾ നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എന്താണ് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒന്ന്, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് തിയറി. ആരാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്? ഏത് വർഷമാണ് ആ തിയറി പ്രപ്പോസ് ചെയ്തത്? ദെൻ ആ തിയറിക്കകത്ത് എത്ര നീഡ്സിനെ പറ്റിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി? ആ തിയറി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? എബ്രഹാം മാസ്ലോ ആണ്. എബ്രഹാം മാസ്ലോ അല്ലെങ്കിൽ എബ്രഹാം മാസ്ലോ ആണ്. 1943 അദ്ദേഹം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ചിലപ്പം നിങ്ങൾ മാസ്ലോ നീഡ് ഹൈറാർക്കി ചിലപ്പോൾ കാണുന്നത്, ചിലപ്പോൾ നീഡ് ഹൈറാർക്കി തിയറിനെ കാണത്തുള്ളൂ. ആ നീഡ് ഹൈറാർക്കി തിയറി എന്ത് തന്നെയാണ്? മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയാണ്. അപ്പോൾ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ നീഡ് ഹൈറാർക്കി തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? എബ്രഹാം മാസ്ലോ ആണ്. വർഷം എന്നാണ്? 1943 ആണ്. ഇനി ഫോർ ഹിസ് പേപ്പർ ടൈറ്റിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയറി പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ ഹെഡിങ് എന്താണ്? തിയറി ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹൈറാർക്കി ഓഫ് എ നീഡ്. അതായത് തിയറി, മോട്ടിവേഷൻ്റെ തിയറിയാണ്. അതിൻ്റെ ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സിൻ്റെ ഹൈറാർക്കി, അതായത് ലാസ്റ്റ് ടു ഫസ്റ്റ് എന്നുള്ള ആ ഒരു ഓർഡർ, ആ ഒരു ഹൈറാർക്കി ഓർഡറിൻ്റെ ബേസിസിലാണ് അദ്ദേഹം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നീഡ് ഹൈറാർക്കി തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേപ്പറിൻ്റെ ടൈറ്റിലാണ് അല്ലെങ്കിൽ ഹെഡിങ് ആണ് തിയറി ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹൈറാർക്കി ഓഫ് നീഡ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? വിച്ച് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം മോസ്റ്റ് ബേസിക് നീഡ്സ്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട ബേസിക് നീഡ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് മൂവ് ടു ഹയസ്റ്റ് ലെവൽ. എങ്ങോട്ട് പോകുന്നു? ഹയസ്റ്റ് ലെവലിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? ഹൈറാർക്കി ഓഫ് നീഡ്സിൻ്റെ ഹൈറാർക്കി. എവിടെ നിന്നാണ്? ഫ്രം ബേസിക് നീഡ്സ് ടു ഹയസ്റ്റ് നീഡ്സ്. അതാണ് എന്തെന്ന് പറയുന്നത്? നീഡ് ഹൈറാർക്കി തിയറി എന്ന് ആര് പറഞ്ഞിരിക്കുന്നത്? എബ്രഹാം മാസ്ലോ 1943 പറഞ്ഞിരിക്കുന്നത്.
എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി. ആ നീഡ് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട ബേസിക് നീഡ്സ് തൊട്ട് ഹയസ്റ്റ് നീഡ്സ് വരെ ഉള്ളതിൻ്റെ ഓർഡർ, ഹയസ്റ്റ് ഓർഡർ, അതാണ് നീഡ് ഹൈറാർക്കി തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ പറയുക? ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡിനെ അറേഞ്ച് ചെയ്യും. എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? ഹൈറാർക്കിക്കൽ ഓർഡർ, അതായത് ബേസിക് ടു ഹയസ്റ്റ് എന്ന ഓർഡറിലാണ് എന്തിനെ അറേഞ്ച് ചെയ്യുന്നത്? ഹ്യൂമൻ ബീങ്സിൻ്റെ ബേസിക് നീഡ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ബേസിക് നീഡ്സ്, ബേസിക് നീഡ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബേസിക് നീഡിന് പറയുന്ന പേരെന്താണ്? ഫിസിയോളജിക്കൽ നീഡ് എന്നാണ്. ബേസിക് നീഡിന് പറയുന്ന പേരെന്താണ്? ഫിസിയോളജിക്കൽ നീഡ്, ദാറ്റ് ഈസ് ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീങ്സ്. അവിടെ നിന്ന് ടു ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഹയസ്റ്റ് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീങ്സ്, ഹ്യൂമൻ ബീങ്സിൻ്റെ ഹയസ്റ്റ് നീഡ് വരെ. ആ ഹയസ്റ്റ് നീഡ്സിന് പറയുന്ന പേരെന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ബേസിക് നീഡിൽ നിന്നും ഹയസ്റ്റ് നീഡ്. ബേസിക് നീഡിന് പറയുന്ന പേര് ഫിസിയോളജിക്കൽ നീഡ് എന്നാണ്. ഹയസ്റ്റ് നീഡിന് പറയുന്ന പേരെന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഹൈറാർക്കി ഓർഡറിനെ അദ്ദേഹം ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിപ്പിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? മൊത്തം 5 ലെവലാണുള്ളത്. എത്ര ലെവലാണുള്ളത്? 5 ലെവലാണുള്ളത്. ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് നീഡ് എന്ന് പറയുന്നത്. ബേസിക് നീഡിന് പറയുന്ന പേരെന്താണ്? ഫിസിയോളജിക്കൽ നീഡ്. ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്. സൈക്കോളജിക്കൽ നീഡ് അല്ല, ഫിസിയോളജിക്കൽ നീഡാണ്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇങ്ങനെയാണ് ഏതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്? മാസ്ലോ നീഡ് ഹൈറാർക്കിയുടെ ഓർഡർ. ഒരിക്കലും സൈക്കോളജിക്കൽ നീഡ്സ് അല്ല. ഇവിടെ നമുക്ക് കൺഫ്യൂസിങ് വരെ ഓപ്ഷൻ ചിലപ്പോൾ അങ്ങനെയും കാണും. സൈക്കോളജിക്കൽ നീഡ്സ് അല്ല എടുക്കേണ്ടത്. ഏതാണ്? ഫിസിയോളജിക്കൽ. അതാണ് ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീങ്സ്, ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ നീഡ്സ്. അപ്പോൾ എങ്ങനെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അപ്പോൾ എന്താ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്? ആരാ പ്രപ്പോസ് ചെയ്ത്? എബ്രഹാം മാസ്ലോ ആണ്. വർഷം എന്താണ്? 1943 ആണ്. അദ്ദേഹത്തിൻ്റെ പേപ്പറിൻ്റെ ടൈറ്റിലിൻ്റെ പേരെന്താണ്? തിയറി ഓഫ് മോട്ടിവേഷൻ ആൻഡ് ബേസ് ഓൺ ഇറ്റ്സ് ഹൈറാർക്കി ഓഫ് എ നീഡ് എന്നാണ് ബുക്കിൻ്റെ പേര്. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ബേസിക് നീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഹൈറാർക്കി ഓർഡറിൽ എവിടെ വന്നിരിക്കും? ഹയസ്റ്റ് നീഡിലായിരിക്കും വന്ന് നിൽക്കുന്നത്. ആ ബേസിക് നീഡ് അത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബേസിക് നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ടു ഹയസ്റ്റ് നീഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഇദ്ദേഹം ഈ ഒരു നീഡിനെ അറേഞ്ച് ചെയ്യുന്ന ഏതിലായിരിക്കും? ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാണ്. ബേസിക് ആയിട്ട് 5 ലെവൽസ് ആണുള്ളത്. ബേസിലുള്ളതാണ് ബേസിക് നീഡ്. അതിന് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? സേഫ്റ്റി നീഡ്സ്. അടുത്ത സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്. അതിന് ലാസ്റ്റ് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? ഈ 2ഉം 3ഉമാണ് നമുക്ക് കൺഫ്യൂസിങ് വരുന്നത്. അതായത് രണ്ടാമത്തത് സേഫ്റ്റി ആണോ സോഷ്യൽ ആണോ എന്നുള്ളതായിരിക്കും നമുക്ക് കൺഫ്യൂസിങ് വരുന്നത്. നമുക്ക് ഓപ്ഷൻസിൽ തരുന്നതും അതുപോലെ ആയിരിക്കും. ബാക്കിയെല്ലാം കറക്റ്റ് ഓർഡറിൽ കൊടുക്കും. ഇത് 2 നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിത്തരും. നമുക്ക് കൺഫ്യൂസിങ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടാണ് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്. ഇതാണ് ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ എന്തെന്ന് പറയുന്നത്? ബേസിക് നീഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്. ഒന്ന് നമ്മൾ സേഫ്റ്റി നീഡ്സ് എന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് എന്നോ പറയും. ദെൻ ഇതാണ് രണ്ടാമത്തെ എന്ന്. ഇതൊന്നാമത്തെ, ഇത് രണ്ടാമത്തത്. ദെൻ മൂന്നാമത്തെ സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ അഫിലിയേഷൻ നീഡ്സ് അല്ലെങ്കിൽ ബിലോങ്നെസ് നീഡ്സ് എന്നും പറയും. നമ്മൾ കോമൺ ആയിട്ട് സോഷ്യൽ നീഡ്സ് എന്നായിരിക്കും കേട്ടിട്ടുള്ളത്. മൂന്നാമത്തത്. ദെൻ നാലാമത്തെ എന്താണ്? എസ്റ്റീം നീഡ്സ്. നാലാമത്തത് എസ്റ്റീം നീഡ്സ്. അഞ്ചാമത്തെ എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. എങ്ങനെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ ഓർ അഫിലിയേഷൻ ഓർ ബിലോങ്നെസ് നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ്
സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. എങ്ങനെയാണ് അദ്ദേഹം ഡിപ്പിറ്റ് ചെയ്തേക്കുന്നത്? ഒരു പിരമിഡിൻ്റെ രൂപത്തിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. എവിടെ നിന്നായിരിക്കും? ബേസിക് നീഡ്സിൽ നിന്നും ഹയസ്റ്റ് നീഡ്സിലേക്കായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ വ്യൂ പോയിന്റിലും ഒരു ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിന്റിലും ഓരോ നീഡ്സിൻ്റെയും എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ നീഡ് എന്തോ നമ്മൾ പറഞ്ഞതായിരുന്നു, ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലേ. അപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട ബേസിക് നീഡ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ വ്യൂ പോയിന്റ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്ത്, ഇതൊക്കെയാണ് ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട എന്തെന്ന് പറയുന്നത്? ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എന്താ പറയുന്നത്? ഹങ്കർ എന്ന് പറയുന്നത്. ഹങ്കർ, വിശപ്പ് വരുമ്പോൾ നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം. ടേസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് വേണം? വാട്ടർ വേണം. നമുക്ക് ഒരു മഴയിൽ നിന്നും വെയിലിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു ഷെൽട്ടർ വേണം. അത് നമുക്ക് ക്ലോത്ത് വേണം. ഇതൊക്കെ എന്താണ്? ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. രണ്ടാമത്തെ എന്താണ്? സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്. നമുക്ക് സേഫ്റ്റി വേണം, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി വേണം. അപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്സിന് സേഫ്റ്റി സെക്യൂരിറ്റി കിട്ടുന്നത് എങ്ങനെയാണ്? സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം. അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമാണ് അവരുടെ എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി. അവരുടെ ലൈഫിന് അവർക്ക് എന്താണ്? ഒരു സെക്യൂർ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റേബിളായിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു ഇൻകം ഉണ്ടായിരിക്കണം. ദെൻ സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ അഫിലിയേഷൻ ഓർ ബിലോങ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണ് ഒരു അഫിലിയേഷൻ. ഓർമ്മയാണ്, നമ്മൾ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ അത് പഠിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ, അഫിലിയേഷൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? മെയിൻറ്റെയിൻ എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. അതാണ് അഫിലിയേഷൻ. അല്ലെങ്കിൽ ബിലോങ്ങിനെസ് അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പോ ലവ്, അഫെക്ഷൻസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്? സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ അഫിലിയേഷൻ അല്ലെങ്കിൽ ബിലോങ്നെസ് എന്ന് പറയും. ദാറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. അടുത്ത എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഹൈ റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. അതാണ് എസ്റ്റീം നീഡ്സ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചുള്ള അതെന്തായിരിക്കും? സ്റ്റാറ്റസ് എന്നോ പ്രസ്റ്റീജ് എന്നോ അല്ലെങ്കിൽ ഹൈ പൊസിഷൻ എന്നോ ഒക്കെ പറയാം. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ സ്വയം പര്യാപ്ത ആവുന്ന ഒരു സിറ്റുവേഷൻസ്. അതാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ആരുടെ വ്യൂ പോയിന്റിലുള്ള എക്സാമ്പിൾസ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ വ്യൂ പോയിന്റിൽ വരുന്ന എക്സാമ്പിൾസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിന്റിലേക്ക് നോക്കിയേ. അവിടെ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹ്യൂമൻ ബീങ്സിന് ബേസിക് ആയിട്ട് വേണ്ട കാര്യം എന്താണ്? ബേസിക് പേ ആണ്. ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ആണ് നമ്മുടെ ബേസിക് പേ എന്ന് നമുക്ക് ഉണ്ടായിരിക്കണം. അത് ബേസിക് സാലറി എന്ന് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് പേയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്. ദെൻ രണ്ടാമത് നമുക്ക് വേണ്ട ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഒരാൾക്ക് കിട്ടേണ്ട സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം. അതായത് അവർക്ക് സാലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺസെപ്റ്റായ പെൻഷൻ പ്ലാൻ. അതായത് അവർ റിട്ടയർ ആയാലും അവർക്ക് അതിൽ നിന്ന് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് കിട്ടേണ്ട, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? പെൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ അവർക്ക് കിട്ടേണ്ട സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ് എന്തെന്ന് പറയുന്നത്? പെൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെയാണ് എന്ന് പറഞ്ഞാൽ അഫിലിയേഷൻ അല്ലെങ്കിൽ ബിലോങ്നെസ് അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വേണ്ട കാര്യം എന്താണ്? കോർഡിനേറ്റ് റിലേഷൻ വിത്ത് കൊളീഗ്സുമായിട്ടുള്ള എന്താണ്? പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അതായത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള എന്താണ്? പോസിറ്റീവ് റിലേഷൻഷിപ്പ്. അതിൽ ഈ അഫിലിയേഷൻ ഓർത്താൽ മതി. അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. നമ്മൾ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ അവരുടെ കോ വർക്കേഴ്സ് അല്ലെങ്കിൽ കൊളീഗ്സുമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒരു പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് കോർഡിനൽ റിലേഷൻ വിത്ത് കൊളീഗ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തയാണ് എന്തെന്ന് പറയുന്നത്? എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പ്രസ്റ്റീജ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താ? ജോബ് ടൈറ്റിൽ, അയാൾ ഇന്നതാണ് അയാളുടെ ജോബ്. ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ പോലീസ് ആണ്, അല്ലെങ്കിൽ ആർമി ആണ്, അല്ലെങ്കിൽ നേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡോക്ടർ ആണ് എന്നുള്ള ഒരു ടൈറ്റിലാണ് അവരുടെ എന്തെന്ന് പറയുന്നത്? എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. അതാണ് അവരുടെ റെപ്യൂട്ടേഷൻ ആയിട്ട് പറയുന്നത്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ സ്വയം എന്ത് അച്ചീവ് ചെയ്തു? ഓർഗനൈസേഷൻ്റെ ഗോൾ അവരെന്ത് ചെയ്തു? അച്ചീവ് ചെയ്തു. അതാണ് അവരുടെ എന്തെന്ന് പറയുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ആ ഒരു എന്താണ്? മാസ്ലോ നീഡ് ഹൈറാർക്കിയുടെ
ഫ്രം ദ എക്സാമ്പിൾ ഇൻ ദ വ്യൂ പോയിന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ്റെ ഒരു ടേമിൽ എക്സാമ്പിൾസ് പറയുന്നതാണ്. എങ്ങനെയാണ്? ഒന്ന് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ദെൻ രണ്ടാമത് വരുന്നത് എന്താണ്? സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്. ദെൻ മൂന്നാമത് എന്താണ്? സോഷ്യൽ നീഡ്സ്. ദെൻ അടുത്ത എസ്റ്റീം നീഡ്സ്. അടുത്ത എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അപ്പം നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം ഏതൊക്കെയാണ്? സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സും സോഷ്യൽ നീഡ്സും തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ഓർത്തേച്ചാൽ മതി. ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്ത്. അതാണല്ലോ. അപ്പോൾ ഫുഡും വാട്ടറും ഒക്കെ നമുക്ക് എന്തായിരിക്കണം? നമുക്ക് വൃത്തിയായിട്ട് കിട്ടണം. അത് ഓർത്തേച്ചാൽ മതി. ഫുഡ് വിച്ച് ഈസ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. രണ്ടാമത്തെ എന്താണ്? സേഫ്റ്റി. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ സേഫ്റ്റി അതായിരിക്കും നമുക്ക് രണ്ടാമത്തെ നീഡ്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂന്നാമത്തെ അറിയാമായിരിക്കുമല്ലോ എന്ത്? സോഷ്യൽ നീഡാണെന്നറിയാം. പിന്നെ എസ്റ്റീം നീഡെന്ന് പറയാം. സെൽഫ് ആക്ച്വലൈസേഷനാണ്. നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്നത് ഈ രണ്ടും മൂന്നുമാണ് എപ്പോഴും തിരിയുന്നത്. രണ്ടാമത് ഇനി സോഷ്യലാണോ അതോ സെക്യൂരിറ്റി ആണോ എന്ന് നമുക്കൊരു പേടി വരും, കൺഫ്യൂസിങ് വരും. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ബേസിക് നീഡ് ഫുഡും വാട്ടറും ആണെന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് സേഫ്റ്റി അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ കിട്ടും എന്താണ്? സേഫ്റ്റി നീഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ് എന്ന് കിട്ടും. മൂന്നാമത്തെ എന്താണ്? സോഷ്യൽ നീഡ്. ദെൻ എസ്റ്റീം നീഡ്. അടുത്ത എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇത് നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഓരോന്നിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. എപ്പോഴും നോക്കിക്കോണം സ്പെല്ലിങ് സൈക്കോളജി എന്ന് പഠിക്കരുത്, പകരം PH എന്നാണ്. PS അല്ല പഠിക്കേണ്ടത്, PH ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അങ്ങനെ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് അങ്ങനെ തരും. ഫിസിയോളജിക്കൽ നീഡ്സും കാണും, ഫിസിയോളജിക്കൽ നീഡ്സും കാണും, സൈക്കോളജിക്കൽ നീഡ്സും കാണും. അപ്പോൾ നമുക്ക് കൺഫ്യൂസ് ചെയ്യും, സൈക്കോളജി ആണോ അതായത് ഫിസിയോളജിക്കൽ ആണോ എന്നൊരു നമുക്ക് കൺഫ്യൂസിങ് വരാം. എപ്പോഴും ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ബ്രീത്തിങ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ്. ഇതൊക്കെ ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട എന്താണ്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഓരോ നീഡ്സിൻ്റെയും എക്സാമ്പിളും കൂടെ പഠിച്ചു പോയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓർത്തോണേത്. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് വരുന്നത് എന്താണ്? ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ് വേണം, വാട്ടർ വേണം, ഷെൽട്ടർ വേണം, ക്ലോത്ത് വേണം, ബ്രീത്തിങ് ഉണ്ടായിരിക്കണം, സ്ലീപ്പ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫുഡ് ആണെങ്കിൽ അടുത്ത് ഓർക്കാൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് ഓർക്കാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? സേഫ്റ്റി നീഡ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് ആണ്. അവിടെ വേണ്ട കാര്യം എന്താണ്? ഹ്യൂമൻ ബീങ്സ് ഹെൽത്തി ആയിട്ടിരിക്കണമല്ലോ. അതാണ് നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് നോക്കണം. നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് വേണം, ജോലി ഉണ്ടായിരിക്കണം. പിന്നെ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മുടെ എന്താണ്? ഒരു സേഫ്റ്റി, നമുക്കൊരു സ്ഥിര വരുമാനമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫാമിലി, സോഷ്യൽ എബിലിറ്റി, ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് എ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. ദെൻ രണ്ടാമത്തെ എന്താണ്? സോഷ്യൽ നീഡ്സ് ആണ്. സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്നെസ് അല്ലെങ്കിൽ അഫിലിയേഷൻസിനകത്ത് വരുമ്പോൾ എന്തൊക്കെയാണ്? ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ദെൻ ഇൻറ്റിമസീസ്, സെൻസ് ഓഫ് കണക്ഷൻസ്, അതൊക്കെ എന്താണ്? നമ്മുടെ പിന്നെ സെക്യൂരിറ്റി നീഡ്സിനകത്ത് സോഷ്യൽ നീഡ്സിനകത്ത് വരുന്നതാണ്. ദെൻ അടുത്ത സെൽഫ് എസ്റ്റീമിനകത്ത് വരുമ്പോൾ എന്തൊക്കെയാണ് വരേണ്ടത്? നമുക്ക് പ്രസ്റ്റീജ്, നമുക്ക് സ്റ്റാറ്റസ്, റെപ്യൂട്ടേഷൻസ്, അതൊക്കെയാണ് അവിടെ വരേണ്ടത്. കോൺഫിഡൻസ്, അച്ചീവ്മെൻറ്റ്, റെസ്പെക്ട് ഫോർ അതേഴ്സ്, ദെൻ നീഡ് ടു ബി യുണീക്ക് ഇൻഡിവിജ്വൽസ്, ഓരോ ഇൻഡിവിജ്വലിന് വേണ്ട യുണീക്കായിട്ട് വേണ്ട കാര്യങ്ങൾ. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പര്യാപ്തമായ സിറ്റുവേഷൻ ആണ്. അവിടെ മൊറാലിറ്റി, ക്രിയേറ്റിവിറ്റീസ്, സ്പോണ്ടേനിറ്റിസ്, അക്സെപ്റ്റൻസ്, എക്സ്പീരിയൻസ്, പർപ്പസ്, മീനിങ് ആൻഡ് ഇന്നർ പൊട്ടൻഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷനകത്ത് വരുന്നത്. ജസ്റ്റ് ഒരു 2-3 എക്സാമ്പിൾസും കൂടെ നോക്കി വെക്കുക. ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ട് ഏത് നീഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് നീഡിനകത്ത് വരുന്നതാണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമുക്ക് ഓരോ നീഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ നീഡ് എന്താണ്? ഫിസിയോളജിക്കൽ നീഡാണ്. എന്തല്ല? സൈക്കോളജിക്കൽ നീഡല്ല. അതിപ്പോഴേ ഓർത്തോണം, സൈക്കോളജി അല്ല, പകരം എന്താണ് വേണ്ടത്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് പറയുന്നത്. എന്താ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ? ദ ബേസിക് ഫോർ ദ സർവൈവൽ ഓഫ് എ ഹ്യൂമൻ. ഒരു ഹ്യൂമൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സ് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ഒരു ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീങ്സ്, അതാണെന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡ്സ്. ഹങ്കർ, ടേസ്റ്റ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ്, ബ്രീത്തിങ്, ഇതൊക്കെ എന്താണ്? ഒരു ഹ്യൂമൻസിന് വേണ്ട ബേസിക് നീഡുകളാണ്. ദിസ് നീഡ്സ് ഫോം എ ബേസ് ഓഫ് ദ ഹൈറാർക്കി. ഈ ഒരു നീഡാണ് നമ്മുടെ നീഡ് ഹൈറാർക്കിയുടെ എന്തെന്ന് പറയുന്ന ബേസ്. അവിടെ നിന്നാണ് നമ്മുടെ നീഡ് ഹൈറാർക്കി എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്.
ആൻഡ് ഹാവ് ഹയസ്റ്റ് സ്ട്രെങ്ത് ഇൻ ദ ടേംസ് ഓഫ് മോട്ടിവേഷൻ. അതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ നീഡുകളും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസ് ഓഫ് എ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞാൽ അത് ഏത് നീഡാണ്? ദാറ്റ് ഈസ് എന്താണ്, ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫിലോസഫിയിലെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് വരുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ വൺ ഓഫ് ദീസ് ബേസിക് നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ്. നമ്മൾ ഈ ഒരു ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ നോ ലോങ്ങർ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ഓൺലി നെക്സ്റ്റ് ലെവൽ ഓഫ് ദ നീഡ്സ് ടു ബി മോട്ടിവേറ്റ്. അവിടെ നമ്മൾ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവിടെ മോട്ടിവേഷൻ വേണ്ട. പിന്നെ നമ്മൾ അടുത്ത നീഡിലേക്ക് നമ്മൾ പോവാണ്. ഏതാണ്? സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡിലേക്ക് പോവാണ്. ആ നീഡ് ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുവാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് വേണ്ടത്? മോട്ടിവേഷൻ വേണ്ടത്. സാലറി ആൻഡ് അതർ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആർ ദ ബേസിക് നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് സാലറി ആൻഡ് മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിന്റിൽ. അല്ലാതെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എന്താണ്, ഫുഡും വാട്ടറും ഒക്കെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിന്റിൽ വേണ്ടതെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ ബേസിക് പേ അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ബേസിക് നീഡ്സ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന കേസ് പറഞ്ഞു. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടത്? നെക്സ്റ്റ് ലെവലിലേക്കാണ് പോകുന്നത്. ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിന്റിൽ പിന്നെ എന്താണ് നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറി അല്ലെങ്കിൽ അതർ ഇൻസെൻറ്റീവ്സ് ആണ്. ദെൻ രണ്ടാമത്തെ നീഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത്. എന്താ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ സാറ്റിസ്ഫൈങ് ദ ബേസിക് നീഡ്സ് നമ്മൾ എന്ത് ചെയ്തു? ഫിസിയോളജിക്കൽ നീഡ്സ്, ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ തിങ്ക് അബൌട്ട്, അടുത്ത ഇൻഡിവിജ്വൽ തിങ്ക് ചെയ്യുന്ന കാര്യം എന്താണ്? ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള ത്രെറ്റ്സ് ഓവർകം ചെയ്യാൻ വേണ്ടി എന്തെല്ലാം നമുക്ക് സെക്യൂരിറ്റി എടുക്കാം അല്ലെങ്കിൽ എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സ് എടുക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. ആ നീഡ്സ് ആണ് എന്തെന്ന് പറയുന്ന രണ്ടാമത്തെ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താ? എന്ത് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം? ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം ഒരു ഇൻഡിവിജ്വൽ പിന്നെ തിങ്ക് ചെയ്യുന്ന കാര്യം എന്താണ്? ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ ത്രെറ്റ്സ് വന്നാൽ ഹൗ ടു ഓവർകം ചെയ്യാൻ വേണ്ടി എന്തെല്ലാം സേഫ്റ്റിയോ സെക്യൂരിറ്റി മെഷേഴ്സ് പ്രിഫർ ചെയ്യാം. മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിക്കകത്ത് സേഫ്റ്റി നീഡ്സ് ആണ് എത്രാമത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? രണ്ടാമത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണ്? സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്തെ ഏതാണ് നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഫുഡും വാട്ടറുമാണ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. അതായത് ഏതിനെ ഫോളോ ചെയ്യുകയാണ്? നമ്മുടെ ബേസിക് നീഡ്സ് ഫോളോ ചെയ്തതിന് ശേഷം അതിനെ ഫോളോ ചെയ്ത് വരുന്ന രണ്ടാമത്തെ നീഡാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത്. ഈ നീഡ്സ് ഫോക്കസ് ചെയ്യുന്ന എന്തായിരിക്കും? ഇൻഡിവിജ്വൽസിൻ്റെ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻസ് ഫ്രം ഹാം ബോത്ത് ഫിസിക്കൽ ഓർ ഇമോഷണലി. അപ്പോൾ എന്തൊക്കെ നീഡ്സ് ആണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റിക്ക് നമ്മൾ നോക്കേണ്ടത്? ഒന്ന് ഓരോ വ്യക്തികളുടെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ സ്റ്റെബിലിറ്റി, സ്ഥിരമായിട്ടൊരു ഇൻകം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. ദെൻ സെക്യൂരിറ്റീസ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹാമിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻസ്, ബോത്ത് ഫിസിക്കൽ ഓർ ഇമോഷണലി വരുന്ന ഹാമിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻസ് ആണ് ഏത് നീഡിനകത്ത് വരുന്നത്? നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്കകത്ത് വരുന്നത്. അപ്പോൾ അതായത് ബേസിക് നീഡ്സിനെ ഫോളോ ചെയ്ത് വരുന്ന രണ്ടാമത്തെ നീഡ്സ് ആണ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? സെക്യൂരിറ്റി നോക്കും, ദെൻ അത് കഴിഞ്ഞിട്ട് സ്റ്റെബിലിറ്റി നോക്കും, പ്രൊട്ടക്ഷൻസ് ഫ്രം ഹാം ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇമോഷണലി വരുന്ന ഹാമിനുള്ള പ്രൊട്ടക്ഷൻസ്. മീറ്റിംഗ് സേഫ്റ്റി നീഡ്സ് നമ്മൾ എന്ത് ചെയ്തു? മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിന് എന്ത് ഫീൽ ആയിരിക്കും വരുന്നത്? സെക്യൂർ ആൻഡ് ഫ്രീ ഫ്രം ത്രെറ്റ്സ്. നമ്മൾ എന്തിൽ സെക്യൂർ ആയി? ത്രെറ്റ്സ് വന്നാൽ നമ്മൾ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ സെക്യൂർ ആയി, അല്ലെങ്കിൽ ത്രെറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഓവർകം ചെയ്തു. ഫ്രീ ഫ്രം ത്രെറ്റ്സ് എന്നൊരു ഫീൽ ആരുടെ മൈൻഡിൽ വരും? ഇൻഡിവിജ്വലിൻ്റെ മൈൻഡിൽ വരും. എനേബിളിംഗ് ദം ടു ഫോക്കസ് ഓൺ ഹയർ ലെവൽ. അപ്പോൾ അവർ എങ്ങോട്ട് പോകും? അടുത്ത ലെവലിലേക്ക് അവർ എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ബേസിക് നീഡ്സ് ആണ്, ഫുഡും വാട്ടറും ഒക്കെ വരുന്ന ബേസിക് നീഡ്സ്. ദെൻ ഫിസിയോളജിക്കൽ നീഡ്സ്. രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സിനെ ഫോളോ ചെയ്ത് വരുന്ന രണ്ടാമത്തെ നീഡ്സ് ആണ് ഏതെന്ന് പറയുന്നത്? സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്? സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി, പ്രൊട്ടക്ഷൻസ് ഫ്രം ഹാം ഇൻ ബോത്ത് ഫിസിക്കൽ ഓർ ഇമോഷണലി ആണ്. ഒരു സേഫ്റ്റി നീഡ് നമ്മൾ എന്ത് ചെയ്തു? മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിന് ഉണ്ടാകുന്ന ഫീൽ എന്താണ്? ദേ മേ ഫീൽ
സെക്യൂർ ആൻഡ് ഫ്രീ ഫ്രം ത്രെറ്റ്സ് എന്നുള്ളൊരു ഫീല് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനേബിളിംഗ് ദം ടു ഫോളോ ദ നെക്സ്റ്റ് ഹയർ ലെവലിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ലെവലിലേക്കാണ് പോകുന്നത്. ആ മൂന്നാമത്തെ ലെവൽ ഏതാണ്? അതിനു മുമ്പ് മൂന്നാമത്തെ ലെവൽ എന്ന് പറയുമ്പം ഏത് ലെവലിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്? ദാറ്റ് ഈസ് സോഷ്യൽ നീഡ്സ്. ഏതാ നമ്മുടെ മൂന്നാമത്തെ ലെവൽ? സോഷ്യൽ നീഡ്സിലേക്കായിരിക്കും പോകുന്നത്. നമ്മൾ ഈ ഒരു എന്താണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സിനകത്ത് പറഞ്ഞ പല രീതിയിലുള്ള ത്രെറ്റ്സുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പല രീതിയിലുള്ള അൺസർട്ടനിറ്റീസ് ഫേസ് വരുമെന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ആർ കൺസേൺഡ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സുകൾ വരുന്നുണ്ട്. അതിനകത്തെ ഒന്നാമത്തെയാണ് ഫിസിക്കൽ സെക്യൂരിറ്റീസ്, രണ്ടാമത്തെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്, 3 ഇമോഷണൽ സെക്യൂരിറ്റീസ്, 4 ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് നോക്കിയേ, ഒന്നാമത്തെ ഫിസിക്കൽ സെക്യൂരിറ്റി. എന്താ ഈ ഫിസിക്കൽ സെക്യൂരിറ്റിക്ക് അത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ? പ്രൊട്ടക്ഷൻസ് ഫ്രം വയലൻസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻസ്. അവിടെ നിന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റ് ഹാം ഫ്രം ഫിസിക്കലി. നമ്മൾ പറഞ്ഞു സ്റ്റേബിൾ ആയിരിക്കണം, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം, ദെൻ പ്രൊട്ടക്ഷൻസ് ഫ്രം ഹാം ബോത്ത് ഇൻ ഫിസിക്കൽ ആൻഡ് ഇമോഷണലി എന്ന് പറഞ്ഞു. ആ ഫിസിക്കൽ രീതിയിൽ കിട്ടുന്ന സെക്യൂരിറ്റിയാണ് ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. എവിടെ നിന്നൊക്കെ ഉള്ള പ്രൊട്ടക്ഷൻസ്? വയലൻസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻസ്, ആക്സിഡന്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻസ്, നാച്ചുറൽ ഡിസാസ്റ്ററിൽ നിന്നൊക്കെ കിട്ടേണ്ട പ്രൊട്ടക്ഷൻസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ സേഫ്റ്റി എന്ന് പറയുന്നത്. ഇറ്റ് ആക്സസ് ടു ഹെൽത്ത് കെയർ ആൻഡ് സേഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഫിസിക്കൽ സേഫ്റ്റി. രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സേഫ്റ്റി. ഫിനാൻഷ്യൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമുക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു ഇൻകം ഉണ്ടായിരിക്കണം, സ്റ്റേബിൾ ഇൻകം ഉണ്ടായിരിക്കണം, സേവിങ് ഉണ്ടായിരിക്കണം, ആൻഡ് ആക്സസ് ടു റിസോഴ്സസ് ദാറ്റ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആക്സസ് ചെയ്യുക. ആൻഡ് പ്രൊട്ടക്ഷൻസ് ഫ്രം എക്കണോമിക് ഹാർഡ്ഷിപ്പുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ദെൻ മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഇമോഷണൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂർ. അതാണ് എന്തെന്ന് പറയുന്നത്? ഇമോഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഫീലിംഗ് സേഫ് ആൻഡ് സെക്യൂർ ഇൻ റിലേഷൻഷിപ്പ്, എ സെൻസ് ഓഫ് ബിലോയിങ് ആൻഡ് ബീങ് ഫ്രീ ഫ്രം ഇമോഷണൽ ഡിസാസ്റ്റർ ആൻഡ് ഫിയർ. ഇമോഷണലായിട്ട് നമുക്ക് പല രീതിയിലുള്ള ഡിസാസ്റ്ററോ പല ഫിയറോ ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു എന്താണ്? സേഫ്റ്റി. അതാണ് ഇമോഷണൽ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ദെൻ അടുത്തെയാണ് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ നീഡ് ടു പ്രെഡിക്റ്റബിൾ ആൻഡ് ഓർഡർലി എൻവയോൺമെൻറ്റ് ടു ബി ഫീൽ സേഫ്. അവർക്ക് സേഫായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, സ്റ്റേബിളായിട്ടുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഹാവിങ് എ സ്റ്റേബിൾ ജോബ്, അതായത് സ്ഥിരമായിട്ടുള്ളൊരു ജോബ്, സ്ഥിരമായിട്ട് സെക്യൂറായിട്ട്, അതായത് ഒരു പേടിയില്ല, സെക്യൂറായിട്ട് താമസിക്കാനുള്ളൊരു വീട്, അതുപോലെ എന്താണ് അവരുടെ ലൈഫിന് സെൻസ് ഓഫ് കൺട്രോൾ ഓവർ ദെയർ ലൈഫ്. അവർ ലൈഫിന് എന്താ കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഫീൽ. അതാണ് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എന്താണ് ഇതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്കകത്ത് വരുന്നതാണ്. ഫിസിക്കൽ സെക്യൂരിറ്റീസ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്, ഇമോഷണൽ ആൻഡ് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ നീഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ അഫിലിയേഷൻ നീഡ്സ് അല്ലെങ്കിൽ ബിലോങ്നെസ് നീഡ്സ് എന്ന് പറയുന്നത്. എന്തിവിടെ പറഞ്ഞിരിക്കുന്നത്? മാസ്ലോ നീഡ് ഹൈറാർക്കി പ്രകാരം എത്രാമത്തെയാണ് ഈ സോഷ്യൽ അല്ലെങ്കിൽ അഫിലിയേഷൻ അല്ലെങ്കിൽ ബിലോങ്നെസ് എന്ന് പറയുന്നത്? മൂന്നാമത്തതാണ്. ഏതിന് ശേഷം വരുന്നത്? നമ്മുടെ രണ്ടാമത്തെ ഏതാണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ നീഡ്സിന് ശേഷം മൂന്നാമത് വരുന്ന നീഡ്സ് ആണ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ അഫിലിയേഷൻ നീഡ്സ് അല്ലെങ്കിൽ ബിലോങ്നെസ് നീഡ്സ് എന്ന് പറയുന്നത്. ഫോക്കസിങ് ഓൺ ഹ്യൂമൻ ഡിസയർ ഫോർ ലവ്. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ഹ്യൂമൻ ബീങ്സിൻ്റെ ലവ്, ദെൻ ഫ്രണ്ട്ഷിപ്പ്, സെൻസ് ഓഫ് കണക്ഷൻ വിത്തിൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലുള്ള കണക്ഷൻസ്, ലവ്, അഫെക്ഷൻസ്, ഫ്രണ്ട്ഷിപ്പ്, സ്റ്റാറ്റസ്, പ്രസ്റ്റീജ്, പ്രൈഡ്, അങ്ങനെയൊക്കെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ
ഏതാണ് നമ്മുടെ ബേസിക് നീഡ്സും നമ്മുടെ സോഷ്യൽ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മീറ്റ് ചെയ്തതിന് ഫിസിയോളജിക്കൽ നീഡ്സും സോഷ്യൽ നീഡ്സും മീറ്റ് ചെയ്തതിന് ശേഷം ഇൻഡിവിജ്വൽസ് അടുത്ത പോകുന്നത് എന്താണ് ടു ബി ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ ബിലോങ്നെസ് അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ പ്രസ്റ്റീജ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്ന നീഡ്സ് ആണ് ഏതെന്ന് പറയുന്നത് സോഷ്യൽ അല്ലെങ്കിൽ അഫിലിയേഷൻ നീഡ്സിനകത്ത് പറയുന്നത്. ദ ഫോർമേഷൻ ഓഫ് ആൻ ഇൻഫോർമൽ ഗ്രൂപ്പ് ഇൻ എ വർക്ക് പ്ലേസ്, ഒരു വർക്ക് പ്ലേസിനകത്ത് ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതിന് ഒഫീഷ്യൽ അല്ലാതെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് സോഷ്യൽ ഇൻട്രാക്ഷന് വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് സോഷ്യൽ നീഡ്സിന് എക്സാമ്പിളാണ്. കാരണം നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ് സോഷ്യൽ റിലേഷൻഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒഫീഷ്യലിനെക്കാളും സോഷ്യൽ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. വർക്ക് പ്ലേസിനകത്ത് ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ അത് ഏത് നീഡിന് എക്സാമ്പിളാണ് സോഷ്യൽ നീഡിന് എക്സാമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നീഡ് ഏറ്റവും കൂടുതൽ എംഫസൈസ് കൊടുക്കുന്ന എന്തിനായിരിക്കും ഹ്യൂമൻ നീഡ്സ് ഫോർ സോഷ്യൽ ഇൻട്രാക്ഷൻസിന്, അതിൽ ഇമോഷൻ സപ്പോർട്ടിന്, സെൻസ് ഓഫ് അക്സെപ്റ്റൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നീഡാണ് ഏതെന്ന് പറയുന്നത് സോഷ്യൽ അല്ലെങ്കിൽ അഫിലിയേഷൻ അല്ലെങ്കിൽ ബിലോയിങ്നെസ് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫിസിയോളജിക്കൽ നീഡ്സ് ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീങ്സ്. രണ്ടാമത്തെ എന്താണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്, പ്രൊവൈഡ് സേഫ്റ്റി സ്റ്റെബിലിറ്റി സെക്യൂരിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റിംഗ് ഫ്രം ഹാം, അതാണ് എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ അല്ലെങ്കിൽ അഫിലിയേഷൻ ബിലോങ്നെസ്സിനകത്ത് പറയുന്നത് എന്താ ഡിസയർ ഓഫ് ലവ്, ഫ്രണ്ട്ഷിപ്പ്, റെസ്പെക്റ്റ്, സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻസ്, പ്രസ്റ്റീജ്, പ്രൈഡ്, അതൊക്കെ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ അല്ലെങ്കിൽ അഫിലിയേഷൻ അല്ലെങ്കിൽ ബിലോങ്നെസ് നീഡിനകത്ത് പറയുന്നത്. ദെൻ സെക്കൻഡ് ലാസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. എന്താ എസ്റ്റീം നീഡ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് ലെവലിൽ വരുന്നത് ഏതാണ് ഫോർത്ത് ലെവലിൽ വരുന്ന നീഡ്സ് ആണ് ഏതെന്ന് പറയുന്നത് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ഏതിനൊക്കെ ശേഷം നമ്മുടെ ബേസിക് നീഡ്സ് ഫിസിയോളജിക്കൽ നീഡ്സും സേഫ്റ്റി നീഡ്സും സോഷ്യൽ നീഡ്സിനെ ഫോളോ ചെയ്ത് നാലാമത് വരുന്ന നീഡ്സ് ആണ് ഏതെന്ന് പറയുന്നത് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെൽഫ് റെസ്പെക്ട്സ്, കോൺഫിഡൻസ്, അച്ചീവ്മെൻറ്റ് ആൻഡ് റെക്കഗ്നിഷൻ ഫ്രം അതേഴ്സ്, അങ്ങനെയുള്ള നീഡ്സ് ആണ് എന്തെന്ന് പറയുന്നത് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫീലിംഗ് വാല്യൂഡ്, നമുക്ക് എന്തോ വാല്യൂ ഉണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവുക, കോമ്പീറ്റൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, കേപ്പബിൾ ആണ്, ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് കേപ്പബിൾ ആണ് എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു അച്ചീവ്മെൻറ്റ് കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട്സ് വരിക, സ്റ്റാറ്റസ് വരിക, ഇതൊക്കെ എന്താണ് ദാറ്റ് ഈസ് എസ്റ്റീം നീഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ മാസ്ലോ ആണെങ്കിൽ 2 ടൈപ്സ് ഓഫ് എസ്റ്റീം നീഡ്സിനെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ് ലോവർ എസ്റ്റീം നീഡ്സും, എന്താണ് ഹയർ എസ്റ്റീം നീഡ്സുമാണ്. എന്താണ് ഈ ലോവർ എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ നീഡ് ഓഫ് റെസ്പെക്റ്റ് ആൻഡ് റെക്കഗ്നിഷൻ ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നും റെക്കഗ്നിഷൻസ് കിട്ടുക, റെസ്പെക്റ്റ് കിട്ടുക, ആ നീഡാണ് എന്തെന്ന് പറയുന്നത് ലോവർ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസ്, ഫാം, പ്രസ്റ്റീജ്, അറ്റൻഷൻസ്, അതൊക്കെ എന്താണ് ലോവർ എസ്റ്റീം നീഡ്സ് ആണ്. ഇനി ഹയർ എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കുള്ള സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട്സ് ആണ് എന്താ ഹയർ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ഇൻവോൾവ് ഫീലിംഗ് ഓഫ് കോമ്പീറ്റൻസി, ഇൻഡിപെൻഡൻസി, അച്ചീവ്മെൻറ്റ്, മാസ്റ്ററി, ഫ്രീഡം, അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ എന്താണ് ഫ്രീഡമായിട്ട് നമുക്ക് ഫ്രീഡം കൊടുക്കുക, അച്ചീവ്മെൻറ്റ് മറ്റുള്ളവരെ ഹെൽപ്പ് ഇല്ലാതെ അച്ചീവ് ചെയ്യുക, ഇതൊക്കെ എന്താണ് അച്ചീവ്മെൻ്റ് ആണ് എസ്റ്റീം നീഡാണ്. ഏതാണ് ഹൈ എസ്റ്റീം നീഡാണ്. മറ്റുള്ളവരെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക, റെക്കഗ്നിഷൻസ് കൊടുക്കുക, അതൊക്കെ എന്താണ് ദാറ്റ് ഈസ് ലോ എസ്റ്റീം നീഡ്സ് ആണ്. അപ്പോൾ 2 രീതിയിൽ അത് ബേസിക്കായിട്ട് മാസ്റ്റർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോ എസ്റ്റീം നീഡ്സ് എന്നും 2 ഹൈ എസ്റ്റീം നീഡ്സ് എന്നും. അപ്പോൾ എസ്റ്റീം നീഡ്സിനകത്ത് എന്തൊക്കെയാണ് സെൽഫ് റെസ്പെക്ട്സ്, കോൺഫിഡൻസ്, അച്ചീവ്മെൻറ്റ്, പ്രസ്റ്റീജ്, സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻസ്, ഫ്രീഡം, ഇൻഡിപെൻഡൻസ്, കോമ്പീറ്റൻസി, അറ്റൻഷൻസ്, ഇതൊക്കെ എന്താണ് സെൽഫ് എസ്റ്റീം നീഡ്സുകളാണ്. ലാസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയും. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്
അതായത് ഹയസ്റ്റ് ലെവൽ ഓഫ് ഹ്യൂമൻ നീഡ്സ് ആണ്. മാസ്ലോ നീഡ് ഹൈറാർക്കിക്കകത്തെ ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയും. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾഫിൽ വൺസ് പൊട്ടൻഷ്യൽ ആൻഡ് ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് വൺ സെൽഫ്. നമ്മൾ സ്വയം പര്യാപ്തമായി, മറ്റുള്ളവരെ ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ സ്വയം എന്താണ് ഫുൾഫില്ല് ചെയ്തു, നീഡ്സ് നമ്മൾ എന്ത് ചെയ്തു ഫുൾഫില്ല് ചെയ്തു. ബെസ്റ്റ് വേർഷൻ ഓഫ് വൺ സെൽഫ് ആണ് എന്തെന്ന് പറഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? പേഴ്സണൽ ഗ്രോത്ത്, സെൽഫ് ഫുൾഫിൽമെൻറ്റ്, പെർസ്യൂഡ് വൺ യുണീക്ക് ടാലൻറ്റ് ആൻഡ് കേപ്പബിലിറ്റീസ്. നമുക്ക് മാത്രമുള്ള ടാലൻറ്റും കേപ്പബിലിറ്റീസും ഇതൊക്കെ ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. നമ്മുടെ ബേസിക് ദീസ് നീഡ്സ് ഓൺലി അറൈസസ് ആഫ്റ്റർ ദ ബേസിക് നീഡ്സ് ഏതാണ്? ഈ നീഡ്സ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന നീഡ്സ് അറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക്കായിട്ട് വരുന്ന ഏതൊക്കെ? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്നെസ് എന്ന് പറയുന്നതാണ് സോഷ്യൽ നീഡ്സ്, ആൻഡ് എസ്റ്റീം നീഡ്സ് ഒക്കെ നമ്മൾ റീസണബിൾ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഏത് നീഡ് അറൈസ് ചെയ്യത്തുള്ളൂ? പേഴ്സണൽ ഗ്രോത്തും സെൽഫ് ഫുൾഫിൽമെൻറ്റും വൺസ് യുണീക്ക് ടാലൻറ്റ് ആൻഡ് കേപ്പബിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്ത സെൽഫ് എസ്റ്റീം നീഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻസ് ബട്ട് അതല്ല, അത് അവിടെ കൊണ്ട് അവസാനിക്കുക. അവിടെ കൊണ്ട് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് അവിടെ കൊണ്ട് നിൽക്കുവാന്നല്ല, പകരം എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ജേർണി ഓഫ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയും. ദിസ് നീഡ് ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് ദ പേഴ്സൺ ടു ഡെവലപ്പ് മാക്സിമം. ഈ ഒരു നീഡാണ് മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നത്? ഇൻഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു നീഡാണ് മാക്സിമം. അതായത് അവരുടെ എന്താണ് ഇൻസ്പയർ ചെയ്യുകയാണ്, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ഇതാണ്, അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ഹൈറാർക്കിയുടെ ഏറ്റവും മുകളിൽ എന്ത് ചെയ്തേക്കുന്നത്? പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഗ്രോത്ത്, സെൽഫ് ഫുൾഫിൽമെൻറ്റ്, അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് ഒക്കെ വരുന്ന നീഡ്സ് ആണ് ഏതെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അപ്പോൾ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് മാസ്ലോ നീഡ് ഹൈറാർക്കിക്കകത്ത് വരുന്നത്. ഒന്ന് ബേസിക് നീഡ്സ്. ഇപ്പോൾ നമ്മുടെ ആ നീഡ് ഹൈറാർക്കി തിയറി ബേസിക്കായിട്ട് എത്ര എണ്ണമാണ്? 5 എണ്ണമാണുള്ളത്. ഒന്നാമത്തെയാണ് നമ്മുടെ എന്താണ് ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീങ്സ്, അതായത് ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, സ്ലീപ്പ്, ബ്രീത്ത്, അതൊക്കെ വരുന്നത് ഏതാണ്? നമ്മുടെ ബേസിക് നീഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. ദെൻ രണ്ടാമത്തെയാണ് എന്താണ്? സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെയാണ് എന്താണ്? സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ അഫിലിയേഷൻസ് അല്ലെങ്കിൽ ബിലോങ്നെസ് എന്നൊക്കെ പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഏതാണ്? എസ്റ്റീം നീഡ്സ് ആണ്. ദെൻ ലാസ്റ്റ് ആണ് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കിയേ, മെറിറ്റ്സ് ഓഫ് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയുടെ മെറിറ്റ്സുകൾ, എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ആ മാസ്ലോ നീഡ് ഹൈറാർക്കിക്ക് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ആണ് ഇൻറ്റഗ്രേറ്റീവ് ഫ്രെയിം വർക്കാണ്. നമുക്കറിയാം ആ 5 തിയറീസിനെയും ഒറ്റ ഒരു ഫ്രെയിം വർക്കിനകത്താണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്? കോർഡിനേറ്റ് ചെയ്തേക്കുന്നത്, ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു പിരമിഡിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കറിയാൻ പറ്റും ബേസിക് തൊട്ട് ഹയസ്റ്റ് ലെവലിലുള്ള ഹൈറാർക്കി ഓർഡേഴ്സിൽ ഒറ്റ ഒരു ഫ്രെയിം വർക്കിലാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്? ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മാസ്ലോ നീഡ് ഹൈറാർക്കിക്കകത്ത് എ കോംപ്രഹെൻസീവ് ഫ്രെയിം വർക്കാണ് ഒരു സിംഗിൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ പിരമിഡിനകത്ത് ആ ഒരു ഹ്യൂമൻ ബീങ്സുമായി റിലേറ്റ് ചെയ്തു വരുന്ന വേരിയസ് നീഡ്സ് അദ്ദേഹം എന്താണ്? ആ ഒരു സിംഗിൾ മോഡിനകത്താണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്? അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒറ്റ ഒരു പിരമിഡ് നോക്കുമ്പോൾ ക്യാൻ ബി ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ മോട്ടിവേഷനിനെ സ്ട്രക്ചേർഡ് വേ. അതിൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം അത് ഒറ്റ ഒരു സിംഗിൾ മോഡലാക്കി പിരമിഡായിട്ട് ഒറ്റ മോഡലാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്? അത് കോട്ട് ചെയ്തേക്കുന്നത്. ദെൻ രണ്ടാമത്തെ എന്താണ്? വൈഡ് ആപ്ലിക്കബിലിറ്റി ആണ്. ഈ ഒരു മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ടു ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. പല കൾച്ചേഴ്സിലും പല കോണ്ടെക്സ്റ്റിലും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ടൂൾ. ഇത് യൂണിവേഴ്സൽ ടൂൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്തിൻ്റെ യൂണിവേഴ്സൽ ടൂളാണ്? ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു
യൂണിവേഴ്സൽ ടൂളാണ് ഏതെന്ന് പറയുന്നത് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി. കാരണം ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഡിഫറെൻറ്റ് കൾച്ചർ ആൻഡ് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. ദെൻ അടുത്ത എന്താണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മേളിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രെയിം വർക്കിലാണ്, ഒരു സിംഗിൾ മോഡിലാണ് ഇതെല്ലാം എന്ത് ചെയ്തേക്കുന്നത്, അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹൈറാർക്കി ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ആൻഡ് ഈസി ടു ഗ്രാസ്പ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു എത്ര ഓഡിയൻസിന്, വൈഡ് ഓഡിയൻസിന് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ദൂസ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്, അവിടെ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട, എത്ര വൈഡ് ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ആ ഒരു ഡയഗ്രാം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടത് മനസ്സിലായ കഴിഞ്ഞാൽ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്, മോട്ടിവേഷൻ്റെ ഒരു തിയറിയാണ് എന്തെന്ന് പറയുന്നത് ഈ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്, ഇൻറ്റഗ്രേറ്റഡ് ഫ്രെയിം വർക്കാണ്, അതുപോലെ വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറീസ് ആണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അടുത്ത നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സെൻറ്റേർഡ് അപ്രോച്ചസ് ആണ് ഏതെന്ന് പറയുന്നത് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ തിയറിക്കകത്ത് ഹ്യൂമൻസിനെയും അവരുടെ നീഡ്സിനെയും ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ടു സെൻറ്റർ, ഒരു സെൻറ്ററിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ കോൺസെപ്റ്റിൻ്റെ ബേസിസിൽ, ഇപ്പം ബേസിക് നീഡ്സിൻ്റെ ബേസിസിലാകുമ്പോൾ ഫുഡ്, ഷെൽട്ടർ, അത് ബേസിക് നീഡ്സ്. ദെൻ സേഫ്റ്റി, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ആകുമ്പം ആ ഒരു സെക്യൂരിറ്റിയുടെ ബേസിസിൽ, പിന്നെ ഫ്രണ്ട്ഷിപ്പ്, ലവ്, അങ്ങനെ വരുമ്പം സോഷ്യൽ നീഡ്സ്, അങ്ങനെ ഓരോ കോൺസെപ്റ്റിൻ്റെ ബേസിസിൽ ഹ്യൂമൻസിനെയും അവരുടെ നീഡ്സിനെയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് എ സെൻറ്റർ ആൻഡ് ഹൈലൈറ്റ്. അതുപോലെ തന്നെ എന്ത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം ഹ്യൂമൻസിനെ അവരുടെ നീഡ്സിനെ ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് എ സെൻറ്റർ ആൻഡ് ഓൾസോ ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ്, അവരുടെ ഇമ്പോർട്ടൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഹ്യൂമൻ സെൻറ്റേർഡ് എന്ന് പറയുന്നത്. then അടുത്ത എന്താണ്, എംപ്ലോയി മോട്ടിവേഷൻസ്. ഈ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത് can influence management practices, emphasize the importance of fulfilling human needs. എന്ത് എംഫസൈസ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ നീഡ്സ് ഡിഫറെൻറ്റ് ലെവൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടു എൻഹാൻസ് മോട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ദെൻ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. ഈ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി ഓർഗനൈസേഷന്, ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസ് എയിം ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്നുണ്ട് ഫോർ ഇംപ്രൂവിങ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓർഗനൈസേഷണൽ കൾച്ചേഴ്സിന് വേണ്ടി. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, നമ്മുടെ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയുടെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ദെൻ ഈ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിക്ക് കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പോരായ്മകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന്, ദ പ്രയോറിറ്റി ഓഫ് നീഡ്സ് ആർ ഗിവൺ ബൈ മാസ്ലോ മേ ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റാൻസ്. ഈ മാസ്ലോ എന്ത് പറയുന്നുണ്ട്, നീഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഈ നീഡിൻ്റെ ടൈമിലും പ്ലേസിലും സർക്കംസ്റ്റാൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ആ ഒരു കോൺസെപ്റ്റിലും എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ക്രിറ്റിസിസം പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്രിറ്റിസിസം പറഞ്ഞിരിക്കുന്നത് ഇതെന്താണ്, ഓവർ സിംപ്ലിഫിക്കേഷൻ ആയിപ്പോയി. കാരണം നമ്മൾ ഓൾറെഡി ഒരു അഡ്വാൻറ്റേജിനകത്ത് പറഞ്ഞു, ആ ഒരു ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ നീഡ്സ് ആയാലും ഹ്യൂമൻ ബീങ്സിൻ്റെ മോട്ടിവേഷനെ പറ്റിയുള്ളതാണെങ്കിലും അതെന്താണ്, ആ ഒരു സിംപ്ലിഫിക്കേഷൻ ഒത്തിരി അങ്ങ് ഓവർ സിംപ്ലിഫിക്കേഷൻ ആയിപ്പോയി. അതൊരു പോരായ്മയാണ്. പിന്നെ ദ ഹൈറാർക്കി ഓഫ് നീഡ് ഈസ് നോട്ട് ഓൾവേസ് ഫിക്സഡ്. ഇതെന്തല്ല, ഫിക്സഡ് അല്ല. കാരണം എന്തുകൊണ്ടാണ് അത് ഫിക്സഡ് അല്ല എന്നുള്ള പറയാൻ കാരണം എന്താ, ഡിഫറെൻറ്റ് പീപ്പിൾ മേ ഹാവ് ഡിഫറെൻറ്റ് ഓർഡർ ഓഫ് നീഡ്സ്. എല്ലാ ആൾക്കാർക്കും ഒരേ ഓർഡർ ആണോ നീഡ്സിൽ വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ഹൈ ലെവൽ ഈ ഓർഡറിൽ തന്നെ പോകണം എന്ന് നമുക്ക് പറഞ്ഞാൽ ആ ഒരു എങ്ങനെയാണ്, ബേസിക് നീഡ്സിൽ തുടങ്ങി സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഓർഡറിൽ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആൾക്കാർക്കും പല ഓർഡർ ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് ആ ഓർഡർ ആയിരിക്കണമെന്നില്ല വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ നീഡ് ഹൈറാർക്കി തിയറിയുടെ ആ ഒരു ഓർഡറിങ് എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ഫിക്സഡ്. കാരണം എന്താണ്, ഡിഫറെൻറ്റ് പീപ്പിൾ മേ ഡിഫറെൻറ്റ് ഓർഡർ ഓഫ് നീഡ്. പല ആൾക്കാർക്ക് പല ഓർഡർ ഓഫ് നീഡാണ് വരുന്നത്. അതുകൊണ്ട് ഇന്ന ഓർഡറിലെ പോകാമെന്ന് നമുക്ക് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല.
ദർ ഈസ് നോ ഡെഫിനിറ്റ് എവിഡൻസ്. നമുക്ക് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നുമില്ല ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തില്ല, പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നുമില്ല. ദർ ഈസ് നോ ഡെഫിനിറ്റ് എവിഡൻസ് ദാറ്റ് വൺസ് ദ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ് ഇറ്റ് ലോസസ് ഇറ്റ് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ദർ ഈസ് നോ എവിഡൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മാസ്ലോ തിയറി വാസ് പ്രൈമർലി ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ ഓഫ് വെസ്റ്റേൺ ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചേഴ്സ്. ഈ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി രണ്ട് കൾച്ചേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് വെസ്റ്റേൺ കൾച്ചേഴ്സിനെയും രണ്ട് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണെന്ന് നമ്മൾ പറയുന്നെങ്കിൽ പോലും, നമ്മൾ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ് പറയുന്നുണ്ട്, പക്ഷേ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ വരുമ്പോൾ, അതായത് വെസ്റ്റേൺ കൾച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചേഴ്സ് ആയിക്കോട്ടെ, അപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് വരുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്ന നീഡ് വരുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആവുമ്പോൾ അങ്ങനെ ഒരു പോരായ്മ വരുന്നുണ്ട്. കാരണം പല സ്ഥലത്ത് പല ആൾക്കാർക്ക് പല നീഡ്സ് ആണ്. അപ്പോൾ അത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആകുമ്പോൾ ഒരേ രീതിയിൽ നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റത്തില്ല. ഡിഫറെൻറ്റ് വേയിലായിരിക്കും നമ്മളത് എന്ത് ചെയ്ത് ആപ്ലിക്കബിൾ ആക്കുന്നത്. പിന്നെ അതുപോലെ ദ തിയറി ഹാസ് ബി ക്രിട്ടിസൈസ്ഡ് ഫ്രം ഇൻഡിവിജ്വലിസ്റ്റിക് ഫോക്കസ്. ഈ ഒരു തിയറി ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്, ഒരു ഇൻഡിവിജ്വലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നെഗ്ലിജൻസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സിനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, നെഗ്ലിജൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഏത് തിയറി ഫോക്കസ് ചെയ്യുന്നത്, മാസ്ലോ നീഡ് തിയറി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയുടെ ഈ പറഞ്ഞിട്ടുള്ള പോരായ്മകളൊക്കെ ഒന്ന് ഓവർകം ചെയ്താണ് അടുത്തടുത്ത തിയറീസ് എന്ത് ചെയ്തേക്കുന്നത്, ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്നത്.